Voice of Marketing, in touch with positive people. എല്ലാവർക്കും നല്ല ഒരു വർഷം ആയിത്തീരട്ടെ. 2025 നിങ്ങൾ വിചാരിക്കുന്ന അച്ചീവ്മെൻറ്റുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ആത്മാർത്ഥമായ ഒരു പരിശ്രമം കൂടി അതിന് ഉണ്ടായാൽ അത് സക്സസ് ആവും. അതോടൊപ്പം തന്നെ വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും വളരെയധികം സ്നേഹത്തോടെ ഞാൻ നന്ദി, എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. ഇതുപോലുള്ള സപ്പോർട്ട് 2025 ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഈ സമയത്ത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ എൻഡ് യൂസറായ കസ്റ്റമർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു TV ഷോറൂമിലേക്കോ ഒരു ജ്വല്ലറിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലേക്കോ പെയിൻറ്റ്സ് ഷോപ്പിലേക്കോ ഏത് ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കയറി വന്ന് ആദ്യം പ്രൈസ് അന്വേഷിക്കും. TV-യുടെ റൈറ്റ് എത്രയാണ് എന്ന് അവർ ചോദിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഒരു സ്വിച്ചസിൻ്റെ റൈറ്റ് ചോദിക്കുന്നു. ആ റൈറ്റ് നോട്ട് ചെയ്തെടുക്കുന്നു. ആ കസ്റ്റമറായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ കസ്റ്റമറോട് നന്നായിട്ട് പെരുമാറാൻ കഴിയണം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്ന വളരെ മനോഹരമായ ഒരു കലണ്ടർ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. സാധാ ഒരു കലണ്ടർ നമുക്ക് ഒരു 10-20 രൂപ കൊടുത്താൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു കലണ്ടർ. ആ സമയത്ത് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, ഈ കലണ്ടർ ഉണ്ടാകുമോ? ഒരു കലണ്ടർ ഉണ്ടായ സംഭവമാണ്. ഒരു ഷോപ്പിൽ വന്നിട്ട് ഒരു കലണ്ടർ തരാമോ എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, ഇത് പർച്ചേസ് നടത്തിയില്ലല്ലോ, വില ചോദിച്ചിട്ട് പോയാൽ അങ്ങനെ ഗിഫ്റ്റൊന്നും തരാൻ പറ്റില്ല, ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കലണ്ടർ എടുത്ത് തരാം. TV, ഫ്രിഡ്ജ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോറൂമിൽ പറ്റിയ ഒരു കാര്യമാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു കലണ്ടർ തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കലണ്ടർ കൊടുത്തില്ല. ആ കസ്റ്റമറിന് അത് ഫീൽ ചെയ്തു. അദ്ദേഹം നെക്സ്റ്റ് ഡേയിൽ വന്നിട്ട് ഫാമിലിയായിട്ട് വന്നിട്ട് ഈ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിൽ കയറി ആ TV അങ്ങ് പർച്ചേസ് ചെയ്തു. ഇവിടുന്ന് ഇദ്ദേഹം പറഞ്ഞ റൈറ്റിനേക്കാൾ കൂടുതൽ സെയിം മോഡൽ തന്നെ കൂടുതൽ പ്രൈസിങ്ങിന് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടുപോയി. കസ്റ്റമറെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ പല സ്വഭാവക്കാരാണ്. ചില കസ്റ്റമേഴ്സ് വാശിക്കാരായിരിക്കും. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാത്തിനെയും നിങ്ങൾക്ക് തോൽപ്പിക്കണമെങ്കിൽ ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ എഴുതി വച്ചോളൂ. ഒരൊറ്റ വഴിയേ ഉള്ളൂ, സ്നേഹം കൊണ്ട്, മര്യാദ കൊണ്ട്, മാന്യമായ പെരുമാറ്റം കൊണ്ട്. അല്ലാതെ ഒന്നും ഒരു കസ്റ്റമറെ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. സ്നേഹം കൊടുത്ത് മാത്രമാണ്, നല്ല പെരുമാറ്റം കൊടുത്ത് മാത്രമാണ് ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. എഴുതി വെച്ചോളൂ. പ്രത്യേകിച്ച് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ഒരു കസ്റ്റമറോട് വളരെ നന്നായിട്ട് പെരുമാറണം. ഒരു ചെറിയ കലണ്ടർ ചോദിച്ചാൽ, ഒരു ഗിഫ്റ്റ് ചോദിച്ചാൽ, ഒരു റീറ്റെയിൽ ഷോപ്പിൽ വന്ന് ചോദിച്ചാൽ അതങ്ങ് എടുത്ത് കൊടുത്ത് ഒഴിവാക്കിക്കൊള്ളണം. അതിൽ ബലം പിടിക്കാൻ നിൽക്കരുത്. ഇത് മാത്രമല്ല, ഇദ്ദേഹം ഈ TV വാങ്ങിച്ച ശേഷം ഓപ്പോസിറ്റുള്ള ആ ഗിഫ്റ്റ് കലണ്ടർ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ അപ്പുറത്തുനിന്ന് TV മേടിച്ചു, എനിക്ക് കലണ്ടർ കിട്ടി, നീ എന്നോട് പറഞ്ഞേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് അറിഞ്ഞ കാര്യം. അപ്പം ഞാനിത് പറയുന്നത്, ഒരു കാര്യം പറയാം, കസ്റ്റമറെ നിങ്ങൾ വിലയിരുത്തരുത്. ഒരു കസ്റ്റമർ എങ്ങനെ നിങ്ങളെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്നു? ചിലപ്പോൾ ലുങ്കി ഉടുത്ത് വരും. കേരള ഡ്രസ്സിൽ ചിലപ്പോൾ മുണ്ടെടുത്ത് വരാം, ലുങ്കി ഉടുത്ത് വരാം, ഷർട്ടും പാൻറ്റും ഇൻ ചെയ്ത് വരാം, ജുബ്ബ ഇട്ട് വരാം. എല്ലാ കസ്റ്റമറേയും ഒരുപോലെ കാണണം. ചിലപ്പോൾ ലുങ്കി ഉടുത്ത് വന്നവൻ്റെ കയ്യിലായിരിക്കും പൈസ ഉണ്ടാവുക, മറ്റത് ജാടയായിരിക്കും. അയാൾ വരുന്നത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊരു വാല്യൂ കൊടുക്കുക, വില കൊടുക്കുക, ആ മനുഷ്യനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ റിയാലിറ്റി. അതാണ്. നിങ്ങൾ ദയവായിട്ട് ഒരു നിങ്ങളുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമറെ പരിഗണിക്കുക. ആ കലണ്ടർ ഒരെണ്ണം എനിക്ക് തരാമോ എന്നൊക്കെ ചോദിക്കും. ആ കലണ്ടർ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ എടുത്ത് കൊടുക്കാൻ സാധിക്കുക. ആ കസ്റ്റമർ പിന്നെ പോകില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? അയാൾ TV പർച്ചേസ് ചെയ്തിട്ടില്ല, റൈറ്റ് ചോദിച്ചു, ഒരു കലണ്ടർ ചോദിച്ചു, കലണ്ടർ അയാൾക്ക് കൊടുത്തില്ല. ഒരു ചെറിയ കാര്യം. ഒരു TV ഇട്ടാൽ നമുക്ക് എന്തുമാത്രം ലാഭം കിട്ടുമെന്നും അറിയില്ല, ചെറിയ മാർജിനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കസ്റ്റമറെ നിലനിർത്താൻ സാധിക്കണം. അയാൾ എന്നിട്ട് നെക്സ്റ്റ് ഓപ്പോസിറ്റ് പോയി വാങ്ങിക്കുകയും ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത്, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു, നീ എനിക്ക് കലണ്ടർ തന്നില്ല, ഞാൻ അതിനേക്കാൾ റൈറ്റ് കൂടി വാങ്ങിച്ചു, സെയിം ബ്രാൻഡ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കണം. അതുകൊണ്ടൊക്കെ തന്നെ റീറ്റെയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, വളരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൊടുക്കാൻ പഠിക്കുക.
കസ്റ്റമറിന് കൊടുക്കാൻ പഠിക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പഠിക്കുക. കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയും, അവരുടെ ഹൃദയം നിറയും, നിങ്ങളോടുള്ള ഇഷ്ടം കൂടും, നിങ്ങളുടെ ആ ഷോപ്പിൻ്റെ ഓണറോടുള്ള ഇഷ്ടം കൂടും, ആ ഷോപ്പിൻ്റെ സ്റ്റാഫുകളോടുള്ള ഇഷ്ടം കൂടും, ആ നിങ്ങളുടെ ഷോപ്പിൻ്റെ നെയ്യും സേവ് ചെയ്ത് വയ്ക്കും. അങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ മനസ്സ് നിറച്ച് ഷോപ്പിൽ നിന്നും വിടണം. ഒരു കസ്റ്റമറെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അയാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അയാൾ ഏത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, ഏത് അവസ്ഥയിലുള്ളവരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രയാസങ്ങൾ വന്നാൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മലയാളി. 90% ആളുകളും മെയിൽ ഓർ ഫീമെയിൽ ആയിക്കോട്ടെ, അവർ സെൻസിറ്റീവാണ്, ഫീൽ ചെയ്യുന്നവരാണ്. നമ്മളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തും. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് എന്തിനാണ് ആ റീറ്റെയിൽ ഷോപ്പ് തുറന്ന് ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറും സ്റ്റാഫുകളും ഇരിക്കുന്നത്? കച്ചവടം നടത്താൻ വേണ്ടി മാത്രമല്ല. കച്ചവടം നടത്തുക, ബിസിനസ് നടത്തുക, ബിസിനസ് ഉണ്ടാക്കുക, ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മെയിനായ ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു കസ്റ്റമർ ഒരു പ്രോബ്ലമായിട്ട് വന്നു, ഒരു ഇഷ്യൂ ആയിട്ട് വന്നു, കംപ്ലൈൻ്റ് ആയിട്ട് വന്നു, ഏത് മനോഭാവം നമ്മളെടുക്കും? കസ്റ്റമർ റിലേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും ആ ഓണറും പാലിക്കേണ്ടതായ കുറച്ച് മര്യാദകളുണ്ട്. ഒരു കസ്റ്റമർ കംപ്ലൈൻ്റായിട്ട് കയറി വരുന്നു, ആ കംപ്ലൈൻ്റായിട്ട് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ കസ്റ്റമർ കെയറിൽ വിളിക്കുക. ഞങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്ന കസ്റ്റമർ കെയർ നമ്പറും ഫോൺ നമ്പറും മെയിൽ ID കൊടുത്തിരിക്കുന്നത്. അവരെ കോൺടാക്റ്റ് ചെയ്യും. ഒരിക്കലും ശരിയല്ല, നല്ലൊരു നയം അല്ലാതെ നല്ല നടപടിയല്ല. വളരെ അപൂർവ ആളുകളാണ് ആ രീതിയിൽ സംസാരിക്കുകയുള്ളൂ. 99% ആൾക്കാരും ഈ രീതിയിൽ സംസാരിക്കില്ല. ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ കസ്റ്റമർ നിങ്ങളിൽ നിന്നും അകന്നു പോകും. നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ സെയിൽ മുരടിച്ച് പോകുന്നത്, ഇല്ലാതായിത്തീരുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ്. X&Y ഷോപ്പിലേക്ക് ഞാൻ വിളിച്ചു, അപ്പോൾ ഈ പ്രോഡക്റ്റ് മാറ്റിത്തരില്ലെന്ന് പറഞ്ഞു. ഞാനിത് നിങ്ങളുടെ കമ്പനിയിൽ നിന്നും പർച്ചേസ് നടത്തിയതാണ്, നിങ്ങൾ ഷോപ്പിൽ നിന്നും മാറ്റിത്തരുമെന്ന് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന കാർഡിന് പുറത്ത് എഴുതിയിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ല. ഈ രീതിയിൽ പല കമ്പനിക്കാരും ചിലപ്പോൾ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കമ്പനി ഈ കാര്യത്തിൽ മുഖം തിരിച്ചാലും ഈ റീറ്റെയിലറാണ് ഈ കമ്പനിയെ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കണം എന്ന് ആ കസ്റ്റമറിന് വേണ്ടി വാദിക്കേണ്ട ആൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ സെയില് മുരടിക്കുന്നതിന് കാരണം, സെയിൽ ഇല്ലാതാകുന്നതിന് കാരണം കൃത്യമായ ഒരു കസ്റ്റമർ റാപ്പോ ഇല്ലാത്ത കാരണം തന്നെയാണ്. ഒരു കംപ്ലൈൻ്റായിട്ട് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ആ കമ്പനിയെ വിളിച്ച് അത് സെറ്റിൽ ചെയ്ത് ആ ഇഷ്യൂ തീർത്ത് കൊടുക്കണം. നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഷോപ്പിലേക്ക് ഞാൻ പോകണോ, അവിടെയുള്ള സ്റ്റാഫുകൾ, അവിടെയുള്ള ഓണർ നിങ്ങളെക്കുറിച്ചൊരു വിഷ്വൽ ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക്, അയാളുടെ ബ്രെയിനിലേക്ക് വരുന്നു. അവിടെ പോകണ്ട, ഇവിടെ പോകാം, ഇവിടെ പോയാൽ അപ്പുറത്ത് ഷോപ്പിൽ പോയാൽ കുറച്ചുകൂടി നന്നായിട്ട് എന്നോട് പെരുമാറും. ആ പെരുമാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കമ്പനിയെ വിളിച്ചിട്ട് അതിനുവേണ്ടി കമ്പനിയോട് ഫൈറ്റ് ചെയ്ത് ആ റീപ്ലേസ്മെൻറ്റ് കസ്റ്റമർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ കൊടുക്കാത്ത സാഹചര്യത്തിൽ ശബ്ദ കോലാഹലങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ സൃഷ്ടിക്കാതിരിക്കുന്നത് നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പ് മുരടിച്ച് പോകാതിരിക്കുന്നതിന് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും കസ്റ്റമർ ആയിട്ട് വളരെ ഒട്ടി നിൽക്കണം, കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്ത് നിൽക്കണം. അതാണ് ഒരു ഷോപ്പിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഒരു കാരണവശാലും ഒരു കസ്റ്റമറായിട്ട് പ്രോബ്ലം ഉണ്ടാക്കരുത്, ഇഷ്യൂ ഉണ്ടാക്കരുത്. കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് മാറ്റിക്കൊടുത്ത് പരിഹരിച്ച് സന്തോഷത്തോടെ അയാളെ പറഞ്ഞയക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. ഓൾ ദ ബെസ്റ്റ്.